അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഏകദേശം 3 മണിക്കൂറാണ് അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തിയത്. എന്തൊക്കെ വിഷയങ്ങളായിരിക്കാം ചർച്ചയായിട്ടുണ്ടാവുക കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. അടച്ചിട്ട മുറിയിലെ ഈ ചർച്ചകൾക്ക് ശേഷം രണ്ട് നേതാക്കളും പുറത്തു വന്നു, മാധ്യമങ്ങളെ കണ്ടു. ഏറ്റവും കൂടുതൽ സംസാരിച്ചത് വ്ളാഡിമിർ പുടിനായിരുന്നു. സാധാരണ ട്രംപാണ് ഇത്തരം പത്രസമ്മേളനങ്ങളിൽ കൂടുതൽ സംസാരിക്കാറെങ്കിൽ ഇത്തവണ പുടിനാണ് സംസാരിച്ചത്. സത്യം പറഞ്ഞാൽ ഇടയ്ക്ക് എപ്പോഴോ എനിക്ക് തോന്നിപ്പോയി, മാധ്യമങ്ങൾ അടുത്തിടെ റിപ്പോർട്ട് ചെയ്ത ആ ഒരു ഏജന്റ് കേസ് ഉണ്ടല്ലോ, അതായത് സോവിയറ്റ് യൂണിയന്റെ കാലഘട്ടത്തിൽ KGB എന്ന് പറയുന്ന സോവിയറ്റ് യൂണിയന്റെ ചാര സംഘടന നിയോഗിച്ച ഏജന്റ് അല്ലെങ്കിൽ ഒരു ചാര പ്രവർത്തകനായിരുന്നു ക്രാസ്നോവ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ഒരു വാർത്ത ഭൂകമ്പം ഉണ്ടാക്കിക്കൊണ്ട് ലോകം മൊത്തം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പ്രചരിച്ചതാണ്. സോവിയറ്റ് യൂണിയൻ പിന്നീട് തകർന്നു, ട്രംപ് ഒരു ബിസിനസ്സുകാരനായിട്ട് വളർന്നു. എല്ലാ കാലവും പരോക്ഷമായ പിന്തുണ റഷ്യയുടെ ഭാഗത്ത് നിന്ന് ട്രംപിനുണ്ടായിരുന്നു. 2017 അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ റഷ്യയുടെ സഹായം കിട്ടിയിട്ടുണ്ടെന്നും ഹിലരി ക്ലിന്റനെതിരായിട്ട് 20 ലക്ഷത്തിലധികം പേർക്ക് മെയിലുകൾ ഉൾപ്പെടെ അയച്ച് റഷ്യയുടെ ഇന്റലിജൻസ് ഏജൻസി പൂർണ്ണമായും സജീവമായി തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ 2017 തെരഞ്ഞെടുപ്പിൽ ട്രംപിനൊപ്പം ഉണ്ടായിരുന്നു എന്നുമൊക്കെയുള്ള റിപ്പോർട്ടുകൾ വന്നു. പിന്നീട് ബൈഡൻ അധികാരത്തിൽ വന്ന സമയത്ത് ഇത് ശരിവെക്കുന്ന നിരവധി തെളിവുകൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ഇപ്പോ രണ്ടാമത് ട്രംപ് പരാജയപ്പെട്ടു, മൂന്നാമത് ഇപ്പോൾ വീണ്ടും അധികാരത്തിലെത്തുമ്പോൾ ട്രംപിന്റെ പല പ്രവൃത്തികളും പ്രത്യക്ഷത്തിൽ ഗുണം ചെയ്യുന്നത് റഷ്യക്കാണ്. ഉദാഹരണത്തിന് ഇന്ത്യയെ ശത്രുസ്ഥാനത്ത് ട്രേഡിന്റെ പേരിൽ നിർത്തിയ ട്രംപിന്റെ നീക്കം ഇന്ത്യയും ചൈനയും റഷ്യയും തമ്മിൽ കൂടുതൽ അടുക്കുന്നതിന് കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ റഷ്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താനായിട്ട് ട്രംപ് ബോധപൂർവം ശ്രമിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതൊക്കെ ട്രംപ് ക്രാസ്നോവ് എന്ന് പറയുന്ന ഒരു ഏജന്റ് ആയിരുന്നു എന്നതിന് ഒരു സൂചനയായിട്ട് നമുക്ക് കാണാമെങ്കിലും പ്രത്യക്ഷത്തിൽ നമ്മുടെ കയ്യിൽ വേറെ തെളിവൊന്നുമില്ല. ഇനി അത് മാറ്റിവെച്ചാൽ തന്നെ പുടിനെ കാണുമ്പോൾ ട്രംപിന് മുട്ടിടിക്കും. അതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഭയമായിരിക്കാം, അതിനി ബോസിനോട് തോന്നുന്ന വിധേയത്വമാണോ എന്നും അറിയില്ല. യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയോടോ അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് വന്നപ്പോഴോ ലോകത്തെ മറ്റ് നേതാക്കൾ വന്നപ്പോഴോ കാണിക്കുന്ന ഒരു ധാർഷ്ട്യം പുടിന്റെ മുമ്പിൽ ട്രംപ് കാണിച്ചിട്ടില്ല. അതുപോലെ തന്നെയാണ് നരേന്ദ്രമോദി പോയപ്പോഴും ട്രംപ് വളരെ ബഹുമാനത്തോടു കൂടിയിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. മോശമായ യാതൊരു പ്രയോഗങ്ങളും നടത്തിയിട്ടില്ല. എന്നാൽ അതിനേക്കാൾ ബഹുമാനം, മോദിയോടുള്ളതിനേക്കാൾ ബഹുമാനവും ഒരു ഭയവും, ഒരു വളരെ വിനീതനായ ഭൃത്യനെ പോലെയാണ് ശരിക്കും പുടിന്റെ അടുത്ത് ട്രംപ് നിന്നത്. ഈ ചർച്ചകൾക്കൊടുവിൽ സംഗതി യുദ്ധം നിർത്താനായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടില്ല. പക്ഷെ ഇപ്പോ ട്രംപ് പറയുന്നത് ചില പോസിറ്റീവായിട്ടുള്ള സിഗ്നൽസ് കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ തുടർ ചർച്ചകൾ ഉണ്ടാകും എന്നുള്ള സൂചന ട്രംപ് നൽകുന്നുണ്ട്. ചർച്ചകളിൽ പുരോഗതി ഉണ്ടെന്നാണ് ട്രംപ് പറയുന്നത്. വ്ളാഡിമിർ പുടിൻ പറയുന്നുണ്ട് അടുത്ത ചർച്ച നമുക്ക് മോസ്കോയിലാക്കാം, അങ്ങോട്ട് വന്നോളൂ എന്ന് പുടിൻ ട്രംപിനെ നിർത്തിക്കൊണ്ട് പറയുന്നുമുണ്ട്. ഇത് നല്ലൊരു കാര്യമാണ്, ആലോചിക്കാം എന്നുള്ള മറുപടിയാണ് ട്രംപ് നൽകുന്നത്. അതായത് ഈ ചർച്ച വലിയ വിജയമാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഒരു പരാജയമായിട്ട് പൂർണ്ണമായിട്ട് തള്ളിക്കളയാനും പറ്റില്ല. ചില വിഷയങ്ങളിൽ ഒരു പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഇനിയുള്ള ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ ചിലപ്പോൾ യുദ്ധം നിൽക്കാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. എന്തായാലും 1-2 മാസത്തിനുള്ളിൽ സമാധാനം ചെറിയ തോതിലെങ്കിലും സ്ഥാപിക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. ഇന്നൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഇന്ത്യക്കെതിരെ വീണ്ടും തീരുവ ചുമത്തുമെന്ന് ഭീഷണി മുഴക്കിയിരുന്നു അമേരിക്ക. അമേരിക്കയുടെ ട്രഷറി സെക്രട്ടറിയാണ് അങ്ങനെ ഒരു ഭീഷണി മുഴക്കിയത്. പക്ഷെ ഇപ്പോ ട്രംപ് അത്തരത്തിലുള്ള യാതൊരു പ്രതികരണങ്ങളും നടത്തിയിട്ടില്ല. ഇന്ത്യക്കെതിരെയോ റഷ്യക്കെതിരെയോ അല്ലെങ്കിൽ പുടിനെതിരെയോ ഏതെങ്കിലും തരത്തിൽ പരുഷമായ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ട്രംപിന്റെ വാക്കുകളിൽ കാണുന്ന ഒരു സൂചന പതിയെ പതിയെ അമേരിക്ക ഈ താരിഫ് യുദ്ധത്തിൽ നിന്ന്, ഇന്ത്യയുമായിട്ടുള്ള താരിഫ് യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നതാണ്. കാരണം ഞാൻ ഇന്നലെ അമേരിക്കക്കാരായിട്ടുള്ള കുറെ ആളുകളുടെ വീഡിയോകൾ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തിരുന്നു. വലിയ പ്രതിഷേധമാണ്. കാരണം മിഡിൽ ക്ലാസ്സിന് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് പോവാണ്. മെഡിസിൻസ് വാങ്ങാൻ പറ്റുന്നില്ല, ഫുഡ് ഐറ്റംസിന്റെ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ അമേരിക്കക്കാര് ഡയമണ്ടിനെയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നവരാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഡയമണ്ട് കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. അപ്പൊ ഇന്ത്യയിൽ നിന്നുള്ള ഡയമണ്ടുകൾ അല്ലെങ്കിൽ മറ്റ് വളരെ വിലപിടിപ്പുള്ള സ്റ്റോൺസ്, ജ്വല്ലറി ഐറ്റംസ്, വിവിധ തരത്തിലുള്ള കല്ലുകൾ, ഇതൊക്കെ അമേരിക്കയിൽ വളരെയധികം കോസ്റ്റ് കൂടിയിരിക്കുകയാണ്. ഏകദേശം 13 ബില്യൺ വരെ വാല്യൂ ഉള്ള പ്രോഡക്റ്റുകളാണ് ഇന്ത്യ ഈ ഐറ്റത്തിൽ മാത്രം കയറ്റുമതി ചെയ്യുന്നത്. ഇതിന് പുറമെ സീ ഫുഡ്, ടീ, സ്പൈസസ്, അഗ്രോ പ്രോഡക്ട്സ്, ഓർഗാനിക് കെമിക്കൽസ്, അയൺ, സ്റ്റീല്, ടെക്സ്റ്റൈൽസ്, പെട്രോളിയം പ്രോഡക്ട്സ്, മെഷീനറി, എഞ്ചിനീയറിംഗ് ഗുഡ്സ്, ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് മെഡിക്കൽ പ്രോഡക്ട്സ്, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ്, ഇങ്ങനെ പലതരം ഉൽപ്പന്നങ്ങൾ ഇന്ത്യ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഈ സാധനങ്ങളുടെ എല്ലാം വില കൂടുന്നു. അപ്പൊ ഇത് കാരണം ആളുകൾ, അവിടെയുള്ള മിഡിൽ ക്ലാസ്സിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. പ്രതിമാസം $400 മുതൽ $6000 വരെയുള്ള
വർധനവ് അവരുടെ ജീവിത ചെലവുകളിൽ ഉണ്ടാവുകയാണ്. ഹോസ്പിറ്റൽസിൽ ചെലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മെഡിസിൻസിന് റേറ്റ് കൂടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഇപ്പൊ തന്നെ ഇന്ത്യയിൽ നിന്ന് എത്തുന്ന മെഡിസിൻസിന് അവിടെയുള്ള വിതരണക്കാര് റേറ്റ് കൂട്ടി വിൽക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് അമേരിക്കക്കാർ പ്രതിഷേധിക്കുന്നുണ്ട്. അപ്പൊ ഈ സാഹചര്യത്തിൽ ട്രംപിന് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് തടി ഊരിയിട്ടൊന്ന് പോകണമെന്ന് ട്രംപിനുമുണ്ട്. അപ്പൊ ഇപ്പോ പുടിനുമായിട്ട് നടന്ന ചർച്ചയിൽ യുദ്ധം നിർത്താനുള്ള തീരുമാനമൊന്നും ആയിട്ടില്ല എങ്കിലും ഒരു പുരോഗതി ഉണ്ട് എന്നാണ് ട്രംപ് പറയുന്നത്. അതുകൊണ്ട് 3-4 ആഴ്ചത്തേക്ക് താരിഫ് വിഷയത്തിൽ ഉടനെ ഒരു നടപടിയിലേക്ക് ട്രംപ് ഭരണകൂടം പോയില്ല എന്നാണ് വ്യക്തമാവുന്നത്. ഇവിടെ ഇന്ത്യയുടെ ഒരു നിലപാടിനെ പ്രശംസിക്കാതിരിക്കാൻ പറ്റില്ല. ഒരു ഘട്ടത്തിലും ഇന്ത്യ അമേരിക്കയ്ക്ക് വഴങ്ങിക്കൊടുക്കുകയോ അമേരിക്കയുടെ മുമ്പിൽ മുട്ടുമടക്കുകയോ ചെയ്തിട്ടില്ല. അത് കോൺഫിഡൻസോടെ ക്ഷമയോടെ കാത്തിരുന്നു. ഇന്ത്യ എടുത്തുചാടിയുള്ള പ്രതികരണങ്ങൾ നടത്തിയില്ല, പ്രൊവോക്കിംഗ് ആയിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തിയില്ല, വളരെ ക്ഷമയോടെ കാത്തിരുന്നു. കാരണം ഇന്ത്യക്ക് അറിയാം ഇത് ഏത് റൂട്ടിലേക്കാണ് പോകുന്നതെന്ന്. താരിഫ് യുദ്ധം അമേരിക്കയ്ക്ക് തന്നെ ബാക്ക്ഫയർ ചെയ്യുമെന്നും പുടിനുമായിട്ടുള്ള ചർച്ച ഇനി വിജയിച്ചാലും ഇല്ലെങ്കിലും ട്രംപ് ഒരിക്കലും അത് പരാജയപ്പെട്ടു എന്ന് തുറന്ന് സമ്മതിക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഇന്ത്യക്ക് അറിയാം. ഈ യുദ്ധം എങ്ങനെയെങ്കിലും നിർത്തണമെന്നുണ്ടെങ്കിൽ ചർച്ചകളിലൂടെ സാധിക്കൂ എന്നും ട്രംപിന് അറിയാം. ഇപ്പൊ റഷ്യയെ 3 യുദ്ധവിമാനം കാണിച്ച് പേടിപ്പിക്കാനൊന്നും അമേരിക്കയ്ക്ക് പറ്റില്ല. റഷ്യ വളരെ പവർഫുൾ ആണ്. അതുപോലെ തന്നെ പുടിൻ വളരെ പവർഫുൾ ആണ്. അപ്പൊ എന്തായാലും ഇന്നലെ നടന്ന ചർച്ച, ഇന്നലെ നമ്മളെ ഇവിടെ ഇന്ന് പുലർച്ചെ നടന്ന ചർച്ച ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ശുഭ സൂചനയായിട്ട് കാണാം. എന്തായാലും ട്രംപിന്റെ പഴയ നിലപാടുകളിൽ നിന്ന് മലക്കം മറിയുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.